വടകരയിൽ കള്ളവോട്ടാശങ്കയുണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നത്. ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സൈബർ ആക്രമണ ചർച്ചകൾ ജ്വരം വിലയിരുത്തും. വോട്ടർമാർക്കായുള്ള എല്ലാ ബഹുമാനവും പുലർത്തി പരമാവധി അധ്വാനിച്ചിട്ടുണ്ടെന്നും ഷാഫി പറയുന്നുണ്ട്. ഷാഫിയുടെ വാക്കുകൾ കേൾക്കാം. ഷാഫിക്ക് ഈ നിശബ്ദ ദിവസത്തിലും തിരക്ക് തന്നെയാണല്ലേ? ഈ അവസാന മണിക്കൂറുകളിൽ എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അല്ല, അങ്ങനെ ഭയങ്കര തിരക്കും പിന്നെ ഭയങ്കര പ്ലാനിങ് ഒന്നുമില്ല. എല്ലാ ബൂത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലെന്നൊന്ന് ഉറപ്പ് വരുത്താം. 1-2 സ്ഥലം മിസ്സായി പോയതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങുക. വാർത്തയുടെ അടിയിലൊക്കെ വന്ന ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് ഷാഫി പറമ്പിലാകെ ക്ഷീണിച്ചു പോയിന്ന്. ക്ഷീണിക്കാൻ മാത്രം വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പം പരമാവധി സ്ഥലങ്ങളിൽ എത്താൻ പറ്റിയിട്ടുണ്ട്, പരമാവധി സമയം കൊടുത്തിട്ടുണ്ട്, പരമാവധി എനർജി ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇലക്ഷനോടുള്ള എല്ലാ ആദരവും വോട്ടർമാരെ കാണേണ്ട അവരോടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം സെറ്റാണെന്നാണ്, അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. സത്യം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കൊട്ടിക്കലാശത്തിനിടെ വടകരയിൽ മുദ്രാവാക്യം വിളിച്ചതിലൂടെ UDF പ്രവർത്തകർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങളെ ചർച്ച മാറ്റാൻ, ഞങ്ങൾ തികഞ്ഞ രാഷ്ട്രീയ കാര്യങ്ങളും വികസന കാര്യങ്ങളും പറയും. ഇപ്പോൾ ആരാണ് ചർച്ച മാറ്റാൻ ശ്രമിക്കുന്നതെന്നുള്ള ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അക്കാര്യങ്ങളിൽ തന്നെ പലതും ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ അവിടെ തന്നെ അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് ഈ ക്രിയേറ്റ് ചെയ്തതാകുമ്പോഴാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസം വരുന്നത്. ഉള്ളതാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് തന്നെ പറയാൻ പറ്റും. അതൊരു കഥയാകുമ്പോഴാണ് പലരും പറയുമ്പോൾ പലതായിട്ട് മാറുന്നത്. എന്തിനായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ പേര് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് ഇനി അതും കൂടെ വിലയിരുത്തിയിട്ട് ജനം വോട്ട് ചെയ്താൽ മതി. ഞങ്ങളും അക്കാര്യത്തിൽ അതാണ് അഭിപ്രായം. അതിപ്പോൾ ഇലക്ഷനിൽ ജയോ തോൽവി മാത്രമല്ല, നാട്ടിലൊരു വിഭാഗീയത ഉണ്ടാക്കിയാൽ പിന്നെ വിഭജിക്കാൻ എളുപ്പമാണ്, ഒരുമിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അതിപ്പോൾ അടുത്ത് തന്നെ പ്രൈം മിനിസ്റ്ററുടെ പ്രസംഗം പോലും നമ്മൾ കേട്ടില്ലേ. അപ്പം അത് കേരളത്തിൽ അത് ആവശ്യമില്ലല്ലോ. അതല്ലാണ്ട് തന്നെ രാഷ്ട്രീയമായ ഇലക്ഷൻ ജയിക്കാൻ ശ്രമിക്കട്ടെ എല്ലാവരും. അങ്ങനെ പേര് നോക്കി ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാതിരിക്കട്ടെ. പ്രതീക്ഷയാണ്, ഉറച്ച വിശ്വാസമാണ്. പ്രതീക്ഷയാണ്, നല്ല ആത്മവിശ്വാസമുണ്ട്, ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുമുണ്ട്.